to take the remote desktop of an Ubuntu machine from a Windows machine. നമ്മൾക്ക് ഈ വീഡിയോ പാർട്ടിൽ പ്രധാനമായിട്ടും പഠിക്കാം എങ്ങനെയാണ് ഒരു ലിനക്സ് മെഷീൻ്റെ ഡെസ്ക്ടോപ്പ് വിൻഡോസ് മെഷീനിലിരുന്ന് ആക്സസ് ചെയ്യുന്ന നോക്കാം. അതായത് ഇവിടെ ഇപ്പം 2 കമ്പ്യൂട്ടറുകളുണ്ടെന്ന് കരുതുക. ഒരു കമ്പ്യൂട്ടറിലെ OS എന്ന് പറയുന്നത് വിൻഡോസ് ആണ്. ഓക്കെ, മറ്റൊരു കമ്പ്യൂട്ടറിലെ OS എന്ന് പറയുന്നത് ലിനക്സ് ആണ്. ലിനക്സ് ബേസ് ആയിട്ടുള്ള ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഉബുണ്ടു എടുക്കാം. ഉബുണ്ടു. അപ്പോൾ ഈ 2 കമ്പ്യൂട്ടറുകൾ തമ്മിൽ സ്വിച്ച് ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് കരുതുക. അതായത് ഈ 2 കമ്പ്യൂട്ടർ തമ്മിൽ നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ വിൻഡോസ് കമ്പ്യൂട്ടറിൽ ഇരുന്നു കൊണ്ട് ഈ ലിനക്സ് മെഷീൻ്റെ ഡെസ്ക്ടോപ്പ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കണം. അങ്ങനെ ആക്സസ് ചെയ്യുവാണെങ്കിൽ എന്താ പറ്റുന്നത്? നമുക്ക് എന്തൊക്കെ ചെയ്യാം? നമുക്ക് ഈ വിൻഡോസിലിരുന്നുകൊണ്ട് അവിടെ വേണ്ട കോൺഫിഗറേഷൻസും കാര്യങ്ങളെല്ലാം എന്തൊക്കെ വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾ ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം എക്സാമ്പിളായിട്ട് നമ്മുടെ ഉബുണ്ടുവിൽ പോകണം. ഉബുണ്ടുവിൽ പോയിട്ട് നമുക്ക് ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമുക്ക് sudo apt install xrdp എന്ന് പറഞ്ഞ് നമ്മൾക്ക് ഒരു xrdp പാക്കേജ് നമുക്ക് ലിനക്സ് മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ആ ലിനക്സ് ബേസ് ചെയ്തിട്ടുള്ള ഉബുണ്ടുവിൽ പോകാം. ഇവിടെ വന്നിട്ട് നമ്മൾക്ക് ഷോ ആപ്ലിക്കേഷൻസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. ടെർമിനൽ എടുക്കണം. അതിനായിട്ടാണ് ഷോ ആപ്ലിക്കേഷൻസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ടെർമിനൽ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ടെർമിനലിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ sudo സ്പേസ് apt സ്പേസ് ഇൻസ്റ്റാൾ xrdp എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ മെഷീൻ്റെ പാസ്വേഡ് ചോദിക്കുന്നതാണ്. അത് നമ്മൾ എൻ്റർ ചെയ്യുക. ഇനിയിപ്പോൾ നമ്മളോട് യെസ് എന്ന് യെസ് ഓർ നോ എന്ന് ചോദിക്കുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ യെസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അത് ഇൻസ്റ്റാൾ ആകാനായിട്ട് ഒരല്പം സമയം എടുക്കുന്നതാണ്. അതൊരു വീഡിയോ പോസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ xrdp എന്നുള്ള ആ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് xrdp ഇനേബിൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് sudo systemctl enable xrdp എന്ന് പറഞ്ഞു കൊടുക്കുന്നു. എൻ്റർ ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമ്മൾ റിമോട്ട് ഡെസ്ക്ടോപ്പിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണം. എന്താണ്? നമ്മൾക്ക് ഈ റിമോട്ട് ഡെസ്ക്ടോപ്പ് എടുക്കേണ്ടതായിട്ടുള്ള ഈ മെഷീൻ്റെ IP അഡ്രസ്സ് അറിയണം. അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഒന്നെങ്കിൽ IP സ്പേസ് A എന്ന് പറഞ്ഞു കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് IP config എന്ന് പറഞ്ഞു കൊടുക്കാം. IP അല്ല, IF config എന്ന് പറഞ്ഞു കൊടുക്കാം. 192.168.5.10 ആണ് ഈ ഉബുണ്ടു മെഷീൻ്റെ IP അഡ്രസ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് 5.10 ഉബുണ്ടു മെഷീൻ്റെ IP അഡ്രസ്സ് പറയുന്നത് 192.168.5.10. ഇനി നമ്മുടെ വിൻഡോസ് മെഷീനിൽ പോയിട്ട് ആദ്യം തന്നെ പിങ് ചെയ്ത് നോക്കണം. പിങ് ടു ഏതാണ്? 192.168.5.10. അതായത് പിങ് സ്പേസ് ആണ്. പിങ് സ്പേസ് 192.168.5.10 നമ്മൾ കൊടുത്തു നോക്കണം. അതിനുവേണ്ടി നമ്മുടെ വിൻഡോസ് മെഷീനിലോട്ട് പോകാം. എൻ്റെ വിൻഡോസ് മെഷീനിൽ ഞാൻ സ്റ്റാർട്ട് എടുക്കുന്നു. സ്റ്റാർട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. റണ്ണ് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ CMD എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുന്നു. അവിടെ പിങ് സ്പേസ് 192.168.5.10 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് റിപ്ലൈ കിട്ടി അല്ലേ? ഇപ്പോഴത്തേന് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഈ വിൻഡോസ് കമ്പ്യൂട്ടറും ലിനക്സും തമ്മിൽ നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾക്ക് റിമോട്ട് ഡെസ്ക്ടോപ്പ് വിൻഡോസിൽ നിന്ന് എടുക്കാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിൻഡോസ് മെഷീനിൽ സ്റ്റാർട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. സെർച്ച് എടുക്കുക. സെർച്ചിൽ നമ്മൾ റിമോട്ട് ഡെസ്ക്ടോപ്പ് കണക്ഷൻ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അതിനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഇവിടെ നമ്മുടെ ലിനക്സ് അഥവാ നമ്മുടെ ഉബുണ്ടു മെഷീൻ്റെ IP അഡ്രസ്സ് എൻ്റർ ചെയ്യുക. 192.168.5.10. ഓക്കെ, ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു കാര്യം ചെയ്തേക്കാം. നമ്മൾക്ക് ആ ഉബുണ്ടു മെഷീനിൽ നിന്ന് നമുക്ക്
സൈൻ ഔട്ട് ലോഗൗട്ട് അയക്കാം. ലോഗൗട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ലോഗൗട്ട് കൊടുത്തേക്കാം. ഓക്കെ. നമ്മുടെ വിൻഡോസിൽ 192.168.5.10 എന്ന് പറഞ്ഞ് കൊടുത്തു. കണക്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു. കണക്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു ഡയലോഗ് ബോക്സ് കിട്ടി. ക്ലിക്ക് എസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഇപ്പം നമ്മളോട് നമ്മളുടെ ആ ഉബുണ്ടുവിൽ യൂസ് ചെയ്ത യൂസറുടെ യൂസർ നെയിമും പാസ്വേഡും ആണ് ചോദിച്ചിരിക്കുന്നത്. യൂസറിനെ ഞാനിവിടെ MC എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. പാസ്വേഡ് കൊടുക്കുന്നു. ഓക്കെ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഉബുണ്ടു മെഷീൻ അഥവാ നമ്മുടെ ലിനക്സ് മെഷീൻ്റെ റിമോട്ട് ഡെസ്ക്ടോപ്പ് നമുക്ക് വിൻഡോസിലിരുന്നുകൊണ്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് ആ ലിനക്സ് മെഷീൻ അല്ലെങ്കിൽ ആ ഉബുണ്ടു മെഷീനിൽ നമ്മൾ നേരിട്ട് ചെയ്യുന്ന എന്ത് കാര്യങ്ങളും നമ്മൾക്കിപ്പോൾ ഈ വിൻഡോസിലിരുന്നുകൊണ്ട് ഇങ്ങനെ റിമോട്ടിലൂടെ ആക്സസ് ചെയ്ത് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.